ട്രേഡിംഗ് ഐഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. എന്തായാലും നാളത്തെ ഓപ്പണിങ്ങിൻ്റെ എന്ന് പറയുന്നത് ഇന്ന് രാത്രി ഗിഫ്റ്റ് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അത് നാളെ രാവിലെ ഞാൻ ഷോർട്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗ്രൂപ്പിൽ. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്രയും വലിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നിട്ട് കൂടി ഏകദേശം 255 പോയിൻറ്റോളം മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ്. നിഫ്റ്റി 255 പോയിൻ്റ് അടുപ്പിച്ച് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വളരെ ശക്തി പ്രാപിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്നും അതിൻ്റെ ഒരു തുടർച്ച എന്നോളം ഏകദേശം പോസിറ്റീവായിട്ടാണ് രൂപ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്രേഡ് ചെയ്യുന്നത് രൂപ ശക്തി പ്രാപിക്കുന്നുണ്ട്. അത് പിന്നെ രണ്ടാമത് ബാങ്കിങ് സെക്ടറിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് ക്വാർട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വായ്പകൾ കൊടുക്കുന്നതിൽ വളരെ ശക്തമായ വളർച്ച പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം കൈവരിച്ചതിൻ്റെ ഫലമായിട്ട് ബാങ്കിങ് സെക്ടറും ഇന്ന് വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റും വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മിക്കവാറും വെടിനിർത്തൽ താൽക്കാലികമായിട്ട് നിർത്താനുള്ള സാധ്യതകൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും മാർക്കറ്റിനെ ഒരു പോസിറ്റീവിലോട്ട് പോകുന്നതിൽ ഏറെക്കുറെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്രൂഡ് ഓയിൽ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം $113 മുകളിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം, പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം വരാൻ സാധ്യത ഉണ്ട് എന്നതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയും ഏകദേശം $110 താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രേഡിംഗ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബുധനും വ്യാഴനും പിന്നെ നമുക്ക് ഇന്ന് തിങ്കളും വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് ഒരു ക്ലോസിംഗ് തന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ബുധനാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ക്യാൻഡിലാണ് വരുന്നത്. പക്ഷേ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് പിന്നെ താഴോട്ട് വന്നതാണ്. ബാക്കി 2 ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ലെവലിലോട്ട് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. 23,000 അടുപ്പിച്ചാണ് മാർക്കറ്റ് ഇപ്പം ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,968 23,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം 23,825 വരയ്ക്കും, ഈ ഒരു ഏരിയ വരയ്ക്കും